ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സ്ത്രീ ആയ എനിക്ക് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. സോ ഇപ്പം അതിലും വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷയുടെ ബഹളങ്ങളും പ്രശ്നങ്ങളും, പരീക്ഷ മാറ്റിവെച്ചതിനെ തുടർന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് ഒരാളുണ്ടല്ലോ, ഒരാളെക്കുറിച്ചാണ്. ഒരാൾ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ്, ഇനി അയാൾ ഇറക്കിയതാണോ ഇനി മീഡിയക്കാർ റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ വ്യക്തി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനൊരു ആൻസർ കൊടുക്കാനാണ് ഗേസ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇതാണ് ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. ഇത് മറ്റാരുമല്ല, ജാസി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ട്രാൻസ് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ആൺകുട്ടികൾ ധൈര്യത്തോടെ വരണമെന്ന്. ഇതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രാൻസ് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ധൈര്യത്തോടെ ആൺകുട്ടികൾ വരണമെന്ന്. സത്യം, അതിന് പ്രശ്നമില്ല, അത് വരുന്നോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇവനോടൊരു ഉപദേശമുണ്ട്. ഈ ജാസി എന്ന് പറയുന്നവനോടൊരു ഉപദേശമുണ്ട്. ഫസ്റ്റ് ഇവൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഇതൊന്ന് കാണിക്കുന്ന നന്നായിരിക്കും. കാരണം അവനൊരാളാണല്ലോ. അവൻ 2025 പകുതി വരെ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണായിട്ട് ജീവിച്ചവനാണല്ലോ. 2025 പകുതിക്ക് വെച്ചിട്ടാണല്ലോ ഇവൻ ഈ വേഷം കിട്ടി. ഇവനെ പോലുള്ള ഒരുത്തനെയും കഷത്തും വെച്ചുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് ഇത്തരം സ്ത്രീവേഷം ധരിച്ച്, സ്ത്രീകളെ പോലെ വസ്ത്രവും ധരിച്ച്, പ്ലാസ്റ്റിക് സംഭവവും ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ട് സ്ത്രീയാണ്, ഇന്ന് പ്രസവിക്കും നാളെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റും ഇറക്കി ആൾമാറാട്ടം നടത്തി ഇവനല്ലേ നടക്കുന്നത്. അപ്പം എനിക്ക് അവനോട് പറയാനുള്ളത്, ഈ മുഹമ്മദ് ജാസി എന്ന് പറയുന്നതിനോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നിൻ്റെ ഈ വേഷം കെട്ടിലൊക്കെ ഒന്ന് അഴിച്ചു വെച്ച്, ഈ സാരിയും പാവാടയൊക്കെ ഒന്ന് അഴിച്ചു വെച്ച്, വിഗ് മുടിയൊക്കെ മാറ്റി വെച്ച്, പ്ലാസ്റ്റിക് പച്ചമലർത്തി പറഞ്ഞ പ്ലാസ്റ്റിക് മുല ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി വെച്ചിട്ട് നീ പുരുഷനാണ്. അപ്പം നീ എന്ന പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഏതെങ്കിലും യഥാർത്ഥത്തിൽ സർജറി ചെയ്ത് പല വേദനകളും അനുഭവിച്ച് സർജറി ചെയ്ത് സ്ത്രീയായി ട്രാൻസ് വുമണായിട്ട് വന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നീ ആദ്യം ആ വ്യക്തിത്വം തെളിയിക്കുക. എന്നിട്ട് മതി നിൻ്റെ ഈ ഉപദേശം. നിൻ്റെ കൂടെ ഒരു പണിയും ഇല്ലാതെ വിയർത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരുത്തൻ, ആഷിഖെന്ന് പറയുന്ന ഒരുത്തൻ നിൻ്റെ കഷത്തിൽ കയറി നടക്കുന്നത് കൊണ്ട് എല്ലാ ആണുങ്ങളും അതുപോലെ നടക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല ജാസി. അതുകൊണ്ട് നീ എന്ന പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി വായോ. നീ എന്ന പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇതുപോലുള്ളൊരു ട്രാൻസ് വുമണെ വിവാഹം കഴിക്കും. അതല്ലേ ജാസി വേണ്ടുന്നത്. നീ എന്തിനാണ് ഈ വേഷം കെട്ടി നടക്കുന്നത്? നീ എന്ത് വേഷം കെട്ടി നടന്നാലും മറ്റുള്ള ട്രാൻസ് വുമണെ പോലല്ലോ നീ. അവരൊക്കെ സർജറി ചെയ്ത് യഥാർത്ഥത്തിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ളവരാണ്. നീ നിൻ്റെ ഈ താഴെ തൂങ്ങിക്കിടക്കുന്ന ആ പുരുഷ ലിംഗം അങ്ങ് മാറ്റി ഒരു യഥാർത്ഥ ട്രാൻസ് വുമണായിട്ട് നീ വാ. എന്നിട്ട് നീ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്ക്. അല്ലാതെ ചിരട്ട പോലെ 2 പ്ലാസ്റ്റിക് എടുത്ത് അവിടെ തൊലിയുടെ അടിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ട്രാൻസ് വുമണാന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ട്രാൻസ് വുമനെ ആക്ഷേപിക്കാതെ നീ പുരുഷനായിട്ട് ഇറങ്ങി വന്ന് നീ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഗൈസ്, ഇതാണ് എനിക്ക് ഈ പോസ്റ്റിനെക്കുറിച്ച് അവനോട് പറയാനുള്ളത്, സമൂഹത്തിനോട് പറയാനുള്ളത്. പല വേഷം കെട്ടിലും കൊള്ളാം, ഇത്തരത്തിലൊരു വേഷം കെട്ടിൽ പാടില്ല. അവൻ ഇപ്പോഴും അവനൊരു യഥാർത്ഥ ട്രാൻസ് വുമൺ ആയിട്ടില്ല. അവനൊരു ഗേ ആണ്. ഈ 2 പുരുഷന്മാർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇടത്തിൽപ്പെട്ട ഒരു ആൾക്കാരാണ്. അവരൊരിക്കലും ട്രാൻസ് വുമൺ അല്ല. ആണെങ്കിൽ ഓക്കെ, മനസ്സിലായ? പ്ലാസ്റ്റിക് ഫിറ്റ് ചെയ്തതുകൊണ്ട് ട്രാൻസ് വുമൺ ആവില്ല, അത് മനസ്സിലാക്കണം. ഇവനെ ഞാൻ ദേരയിലൊക്കെ വെച്ച് കണ്ടുള്ളവനാണ്. ഇവൻ എന്നെ അറിയത്തില്ല, ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. ഇവൻ ഒരു പുരുഷനായിട്ട് UAE അവിടെ താമസിച്ചവനാണ്. 2025 വന്നിട്ടാണ് ഇവൻ ഈ വേഷം കെട്ടിലാക്കി കാണിച്ചിട്ട് ആൾമാറാട്ടം നടത്തി സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഈ 5 കിലോ പുട്ടിയെടുത്ത് മുഖത്തടിഞ്ഞ് 10 കിലോ ലിപ്സ്റ്റിക്കും എടുത്ത്. അപ്പോൾ ചോദിക്കും, ഞാനിതൊക്കെ ഇടാറില്ലേ? ഞാനും ഇടാറുള്ളതാണ്, ഞാനൊരു ലിമിറ്റിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവൻ 24 ഹവേഴ്സും ഈ പുട്ടിയിട്ടുകൊണ്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവൻ്റെ യഥാർത്ഥ മുഖം കണ്ട പുരുഷനാണ്. കൈയുടെ ഇത്രയും ഭാഗം നോക്കിയാൽ അവൻ യഥാർത്ഥ ഒരു പുരുഷൻ്റെ ലുക്ക് തന്നെയാണ് അവനുള്ളത്. അവൻ പുരുഷൻ തന്നെയാണ്. അവൻ തൂക്കിക്കൊണ്ട് നടക്കുന്ന ആ പുരുഷലിംഗം വെട്ടിമാറ്റാതെ ഒരിക്കലും അവൻ ട്രാൻസ് വുമൺ എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് ജാസിയോട് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി സമൂഹത്തിൽ
ഈ വലിയ ആൾ ചമയം നടക്കുന്ന ആളായ ജാസിക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി തരുന്നത്. ഓക്കെ, ഇത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്.